ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കായൽ മീൻ കിട്ടിയിട്ടോ, കണ്ണമീൻ. അപ്പം ഇന്ന് ഞാനല്ല കേട്ടോ നന്നാക്കണേ, ഏട്ടനാണേ. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് വെണ്ണൂറിട്ട കണ്ണമീൻ ഇങ്ങനെ ഇടയ്ക്ക് ഒന്നിങ്ങനെ പൊക്കി പിടിച്ച് നോക്കി. അപ്പം മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ചതമ്പിലൊക്കെ വെട്ടിയുണ്ടാക്കി റെഡിയാക്കി കേട്ടോ. എന്നിട്ട് അപ്പോൾ അത് ഏട്ടൻ കല്ലുമിട്ട് ഉരക്കുക കേട്ടോ. ഇങ്ങനത്തെ മീനൊക്കെ കിട്ടിയ കല്ലുമൊന്ന് ഉരയ്ക്കണം, ഉരച്ചൊന്ന് നന്നായി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം മീൻ കറിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ തക്കാളി, ഇഞ്ചി, പച്ചമുളകും ഒക്കെ റെഡിയാക്കി അതെല്ലാം പാടെ മീൻ പാത്രത്തിൽ മീൻ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടു. എനിക്ക് എപ്പോൾ മീൻ കറി വയ്ക്കുമ്പോഴും ഇതൊന്ന് കയ്യിലിട്ടുമ്പോൾ തിരുമ്പണം കേട്ടോ മസാല, എന്നാലും എനിക്കത് ഓക്കെ ആവുള്ളൂ. അപ്പോൾ കയ്യിലിട്ടിട്ട് ഒക്കെ തിരുമ്പിയെടുത്ത് മീനും പാടെ ചേർത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളകും പൊടിയും കുറച്ച് പുളിയും ചേർത്ത് ഒന്ന് ഇളക്കി ഇങ്ങനെ ഒപ്പി വെച്ചു എന്നാട്ടോ ഇവിടെയൊക്കെ പറയാം. അങ്ങനെ ഒപ്പി വെച്ചു. എന്നിട്ട് ബാക്കി ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള ബ്രാലിലേക്ക് നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും അത് വെളിച്ചെണ്ണയിൽ മസാല തേച്ച് പരട്ടി. അപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ ചെറിയൊരു ചാറിൽ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ചുവന്നുള്ളി നന്നാക്കി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വേപ്പിൻ്റെ എല്ലാം ചേർത്ത് അതങ്ങ് വറുത്തിട്ടു കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. തുള്ളി ചാറിൽ എപ്പോൾ വെക്കുമ്പോഴും അങ്ങനെ വെക്കാൻ പാടുള്ളൂ കേട്ടോ, തുള്ളി ചാറിൽ വെക്കാം. നമ്മൾ കുറച്ച് നേരമായി ബ്രാലിങ്ങനെ മസാലയൊക്കെ പറ്റി വെച്ചിട്ടുണ്ടെന്നു. അതൊക്കെ മീൻ ചട്ടിയിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലിട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യണം, നല്ല സ്മെല്ലാട്ടോ. അപ്പം തീ കുറച്ച് വെച്ച് വേവിക്കുക, എന്നാൽ അധികം അങ്ങനെ ഡ്രൈ ആവാനും പാടില്ല. അപ്പം നമ്മുടെ മീൻ കറിയും മീൻ വറുത്തമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും മക്കളൊക്കെ അത് കഴിക്കണം. അപ്പം നന്നായിട്ടുണ്ട് കേട്ടോ പറയണത്. നമ്മളെന്നും അങ്ങനെ കിട്ടാത്ത സാധനങ്ങളല്ല, സ്പെഷ്യലായിട്ട് വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു.